BJPയുടെ പ്രതീക്ഷകളൊക്കെ തെറ്റുകയാണെന്ന് തോന്നുന്നു. കാരണം കെജ്രിവാൾ രാജിവെക്കില്ല, മുഖ്യമന്ത്രിയായി തുടരുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ സമയത്ത് ഒരു തിരക്കിട്ടൊരു അറസ്റ്റും മറ്റ് നാടകങ്ങളും ആവശ്യമുണ്ടായിരുന്നു. അല്ല, ഈ ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. ആ അറസ്റ്റ് ഒരു മണ്ടത്തരമായി പോയി. പ്രതിപക്ഷം വലിയ കൺസോളിഡേറ്റായി. പ്രതിപക്ഷം കൺസോളിഡേറ്റായി. ഈ അറസ്റ്റിലോ ചോദ്യം ചെയ്യലിലോ ഒന്നും തന്നെ നരേന്ദ്രമോദി, അമിത്ഷാ ഒന്നും ഇടപെടാറില്ല. ബട്ട് ഏജൻസികൾ അവരുടെ ജോലി ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്താണ് ചെയ്യാറുള്ളത്. നമ്മൾ മൊത്തം ഈ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഒരു നരേറ്റീവാണ്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, ഒരു നരേറ്റീവിൻ്റെ പുറത്താണ് എല്ലാം പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയും മുന്നണി വളരെ ശക്തമാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറയുന്നത് ശിഥിലമായിക്കൊണ്ടിരുന്ന ഇന്ത്യ മുന്നണിയെ ശക്തമാക്കിയത്. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞത് കള്ളമായിരുന്നു. അതെ അതെ, ഇത്രയും കാലം ഞങ്ങൾ നുണ പറയുമായിരുന്നു, ഇപ്പോഴാണ് ഇന്ത്യ മുന്നണി ശക്തമായത് എന്ന് പറയേണ്ടത്. അതെന്താ പറയാത്തത്? സോ അവരുടെ താല്പര്യം ഇന്ത്യ മുന്നണിയാണ്. ഇതാണ് നരേറ്റീവ്, വാർ ഓഫ് നരേറ്റീവ്സ്. ഇതാണ് നടക്കുന്നത്. അല്ല, ഇന്നലെ മുതലും മലയാളത്തിലെ ചാനലുകളെല്ലാം നിലവിളിക്കുകയായിരുന്നു കെജ്രിവാളിനെ പറ്റി. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജർമ്മനി അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത്. ജർമ്മനിക്ക് എന്താ സൂക്കേട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എനിക്കറിയില്ല. അമേരിക്ക CAA പറ്റി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. അവർക്കെന്താ? ഇന്ത്യയിൽ ചില അഭയാർത്ഥികളെ എടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്താ? അവർ ലോകത്തിൻ്റെ ഉടമസ്ഥനൊന്നും അല്ല. അതെ, യുണൈറ്റഡ് നേഷൻസ് പ്രശ്നം പഠിച്ചു വരുന്നു. See the narrative being built up in our country. First, proof theory. ഇതുവരെ നമ്മൾ പട്ടാളത്തോട് തെളിവ് ചോദിക്കാറില്ലായിരുന്നു. അതെ അതെ അതെ, ബലാക്കോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറി സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക്, തെളിവ് എവിടെ? അത് കഴിഞ്ഞ് ബാലാക്കോട്ടിലെ ആക്രമണം, തെളിവ് എവിടെ? തെളിവ് ഹാജരാക്കുക. ഇന്ത്യൻ മിലിറ്ററി ഫസ്റ്റ് ടൈം ഫേസിങ് ദിസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അവർ ഓൺ സിറ്റിസൺ, തെളിവ് കൊണ്ടുപോകാം. ഈ പ്രൂഫ് തിയറി ഈ രാജ്യങ്ങളെ അട്ടിമറിക്കാനായിട്ട്, ഡെമോക്രസിയാണില്ല, സുതാര്യത വേണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈ ആൾക്കാരൊക്കെ പ്രായേണ നിഷ്കളങ്കരായ നമ്മുടെ ഈ കാരശ്ശേരി മാഷിനെ പോലെയൊക്കെയുള്ളവർ ശരിയാണ്, ജനാധിപത്യത്തിൽ സുതാര്യത വേണം, അതുകൊണ്ട് പട്ടാളക്കാർ തെളിവ് തരണം എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ തുടങ്ങും. ഇവരൊക്കെ നിഷ്കളങ്കരാണ്, ഇവർക്ക് ഈ നരേറ്റീവ് മനസ്സിലാകുന്നില്ല. ഇത് കൂടാതെ നടക്കുന്നതാണ് PIL വാർ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ യുദ്ധം. സകല കാര്യത്തിനും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അനങ്ങാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഡെറാഡൂണിൽ നിന്ന് നമ്മളുടെ വടക്കൻ ബോർഡറിലേക്ക് മിലിറ്ററിക്ക് പോകാനുള്ള റോഡ് വീതി കൂട്ടാൻ PIL വെച്ച് തടഞ്ഞു. ഇത് ചീഫ് ജസ്റ്റിസ് ഇരിക്കുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു ഇതിങ്ങനെയാണ്, പട്ടാളത്തിന് പോകാനുള്ളതാണ്, അതേതോ ജ്വാലാവാല വന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ആകാശത്തിലേക്ക് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ NV രമണ്ണ ഇത് ലിസ്റ്റ് ചെയ്യിച്ചിട്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. പട്ടാളത്തെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ത്രൂ PIL. അതാണ് PIL വാർ. പിന്നെ നടക്കുന്നത് മീഡിയ വാർ, പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഏഷ്യാനെറ്റ്, മനോരമ ഇത്യാദികൾ ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് എടുത്ത് പറയണം. ഇത് കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണൽ ക്ലാഷ്. ഡൽഹി കലാപം ഉണ്ടായല്ലോ, ഷഹീൻ ബാഗ്, ഇതുപോലെ കമ്മ്യൂണൽ ക്ലാഷായിട്ട് മാറ്റി. ഹത്രാസിൽ അത് മാറ്റാൻ പോയ വലിയ പത്രപ്രവർത്തകനാണ് സിദ്ദിഖാപ്പൻ. ആ സിദ്ദിഖാപ്പൻ ഇപ്പോൾ ഹെഡ് ഓഫീസാണ്. അയാളാണ് വിനു വിജയനെ ഭരിക്കുന്നത്. ഇത് വിനു വിജയനെ അറിഞ്ഞുകൂടാ. വിനു വിജയൻ ഞാൻ സ്വതന്ത്ര പത്രപ്രവർത്തക തേങ്ങയാണ്. യു ആർ അണ്ടർ സിദ്ദിഖാപ്പൻ. യു റൺ ദ നരേറ്റീവ് ഓഫ് സിദ്ദിഖാപ്പൻ. യു ആർ സ്ലേവ്സ് ഓഫ് സിദ്ദിഖാപ്പൻ. യു ആർ സ്ലേവ്സ് ഓഫ് സം ഫോറിനേഴ്സ്. യു ആർ പ്ലേയിങ് ഇൻ ടു ദെയർ ഗെയിം. യു ആർ പോൺസ്. നിങ്ങൾ ഈ ചെസ് ബോർഡിലുണ്ടല്ലോ, ചെസ് ബോർഡിലെ കരുക്കളാണ്. കരുക്കൾ ഒന്ന്, ദ ഹോൾ ചെസ് ബോർഡ് വേറൊന്ന്. ഈ ഹോൾ ചെസ് ബോർഡാണ് ഞാൻ സുനിലിനോട് പറയാൻ പോകുന്നത്. അടുത്തത് സ്റ്റാഗ്നൻസ്, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാകും, അത് ഫാസിസമാകും, ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ഒരു രാജ്യത്തെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. ഈ രീതിയിൽ സ്റ്റാഗ്നൻസ്. ഇത് തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴുണ്ടല്ലോ, യൂറോപ്പിൻ്റെ പ്രത്യേകിച്ചും ബ്രിട്ടൻ്റെ കാൽക്കുലേഷൻ
നമ്മൾ ആർക്കാണ് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്? 529 നാട്ടുരാജ്യങ്ങൾ, 530, 550 എന്നൊക്കെ പറയും, 500 ചിൽവാനം എന്ന് പറയും, കൃത്യം 529. 529 നാട്ടുരാജ്യങ്ങൾ പ്ലസ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ഒന്നാണ് പാകിസ്ഥാൻ. ഇങ്ങനെ 530 എണ്ണത്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. ഇവൻ മനുഷ്യനാണെങ്കിൽ എത്ര ജാതി, എന്തെല്ലാം മതം, എന്തെല്ലാം വഴക്ക് വരുത്തും, ഏറിയാൽ ഒരു 10 കൊല്ലം ഇത് മുടിഞ്ഞ് പാണ്ടാറടങ്ങി തമ്മിൽ അടിച്ച് ഛിന്ന ഭിന്നമായി ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് പോകും. നമ്മൾ ചുമ്മാ ചാരുകസേരയിൽ നിന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ചു. എൻ്റെ ദൈവമേ, ഈ പണ്ടാറക്കാലന്മാർ അടിച്ചു പിരിഞ്ഞ് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഉത്തരോത്തരം ഇവന്മാരുടെ പവർ വർദ്ധിച്ച് ഇപ്പതാ 2 വർഷത്തിനുള്ളിൽ 3ാം സാമ്പത്തിക ശക്തിയായിട്ട് അവന്മാർ വരുന്നു. അതിപ്പോഴത്തെ കാര്യം. ബട്ട് ഇറ്റ് വാസ് ദേ വെർ വെരി മച്ച് വറീഡ്. 1973 ജീൻ ഷാർപ്പ് എന്നൊരാളൊരു പുസ്തകം എഴുതി, 198 മെത്തേഡ്സ് ഓഫ് നോൺ വയലൻ്റ് ആക്ഷൻ. 188 വഴികൾ നോൺ വയലൻ്റായിട്ട് റെജീം ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കാവുന്നത്, ഒരു ഭരണകൂടത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 198 വഴികൾ, മാർഗങ്ങൾ ജീൻ ഷാർപ്പ് എഴുതിയതാണ്. സബ്സീക്വൻ്റ്ലി അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറി, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റെജീം ചേഞ്ച്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പേരാണ് അവർ എഴുതി. അതെവിടെയത്? ആൽബർട്ട് ഐൻസ്റ്റൈൻ, അത് അമേരിക്കയിൽ ബോസ്റ്റൺ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പേര് അവരെടുത്ത്, കാരണം ഭയങ്കര വിലയുള്ള പേരല്ലേ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ വലിയ സയൻസ് ഒക്കെ ആയിരിക്കും, അവിടെ നിന്ന് എന്ത് വന്നു കഴിഞ്ഞാലും അത് വേദവാക്യമാകും, ഇങ്ങനെ ഇതൊക്കെ അവർക്കറിയാം. അതർവൈസ് ആൽബർട്ട് ഐൻസ്റ്റൈന് നോൺ വയലൻസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പാസിഫിസം എന്ന് പറഞ്ഞ ലേഖനമൊക്കെ ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതിയിട്ടുണ്ട്. ബട്ട് ഹി വാസ് കൺവിൻസ്ഡ് ഈ ഒരു പാസിഫിസം ഒരു ചുക്കും ഹിറ്റ്ലറുടെ അടുത്ത് നടക്കില്ല എന്നും ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതിയിട്ടുണ്ട്. എനിവേ ദേ ആർ യൂസിങ് ദ നെയിം ഓഫ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റെജീം ചേഞ്ചാണ് വെനിസുലയിൽ 2-3 തവണ അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന് വെനിസുലയുടെ ഹ്യൂഗോ ഷാവേസ് ഇദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിഷേധിച്ചില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. വെനിസുലയിലെ ആൾക്കാർ തെളിവ് കൊടുത്തു ഇവർക്ക്, നിങ്ങൾ വാങ്ങിയ പൈസ, നിങ്ങൾ ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് വാങ്ങിയത്, മറ്റേ ക്ലിൻറ്റൺ ഫൗണ്ടേഷനിൽ നിന്ന് വാങ്ങിയത്, റോക്ക് ഫെല്ലറിൽ നിന്ന് വാങ്ങിയത്, നിങ്ങൾക്ക് കിട്ടിയ പണം, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്ന വഴി, ബ്ലഡി നോൺസെൻസ്, നിങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ അട്ടിമറിക്ക് ശ്രമിച്ചു. അത് നിങ്ങളെ ഹ്യൂഗോ ഷാവേസ് ദുഷ്ടനാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം, വാട്ട് ഈസ് യുവർ ബിസിനസ്. ഇവർ ഏത് രാജ്യത്തെയും അട്ടിമറിക്കാനുള്ള ഡിസൈനാണ് ഈ 198 മെത്തേഡ്സ് ഓഫ് നോൺ വയലൻറ്റ് ആക്ഷൻ. ഇത് വൈ ഐ എം ടെലിങ് യു ദിസ്, ഇന്ന് ഇന്ത്യയിൽ ഇതിൻ്റെ കേന്ദ്ര ബിന്ദു അരവിന്ദ് കെജ്രിവാളാണ്. കുറച്ചു കാലം മുമ്പ് വരെ രാഹുൽ ഗാന്ധിയായിരുന്നു. ഇപ്പോൾ കണ്ടോ, രാഹുൽ ഗാന്ധിക്ക് പ്രോമിനൻസ് ഇല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരത് ജോഡോ ന്യായ യാത്രയൊക്കെ പറഞ്ഞ് ഒരു പ്രൊമിനൻസും ഇല്ല. പോയി ബോംബെയിൽ കൂടിക്കഴിഞ്ഞപ്പോൾ അതിൽ അബദ്ധവും പറഞ്ഞു, ഹിന്ദുക്കളെ മുഴുവൻ പാർക്കണം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമാക്കി. രാഹുൽ ഗാന്ധിയെ വെച്ച് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകില്ല എന്നറിഞ്ഞിട്ട് സ്ലോലി അവർ ഇപ്പോഴല്ല, കുറേ കാലമായിട്ട് ദേ ആർ ട്രൈങ് ടു പ്രൊജക്ട് കേജ്രിവാളിന് വർഷങ്ങൾക്ക് മുമ്പ് മാക്സസെ അവാർഡ് കൊടുത്താണ് ഇവന് പോക്കറ്റിലാക്കി. പിന്നെ അണ്ണാ ഹസാരയുടെ തുടക്കത്തിൽ ഇവന് ഇന്നസെൻ്റ് ആയിരുന്നു. സ്ലോലി ഇവരുടെ പൈസയും സംഗതിയൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും BBC റിപ്പോർട്ട് ചെയ്യും. നരേന്ദ്രമോദി പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തെങ്കിലായി, ബട്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യും. അരവിന്ദ് കെജ്രിവാൾ എന്ത് തുമ്മിക്കഴിഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. നൗ ഹൗ ഇമ്പോർട്ടൻസ് ഈസ് അരവിന്ദ് കെജ്രിവാൾ? ഡൽഹിക്ക് ഒരു ഫുൾ സ്റ്റേറ്റ്ഹുഡ് പോലും ഇല്ല. അല്ല, നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ്റെ അത്രയേ ഉള്ളൂ. 4 കോടി ജനസംഖ്യയുണ്ട്. അപ്പോൾ ഇത് പാർഷ്യലി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അതും ലെഫ്റ്റനൻറ്റ് ഗവർണർക്ക് താഴെ, ഈ മനുഷ്യന് ഇത്രയധികം ഇമ്പോർട്ടൻസ് വരുന്നത് എന്താ? ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അതിന് കാരണം ഇതാണ്, ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കാൻ ചുമതലക്കാരനായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. ദിസ് കൂദിത്ത എന്ന് പറയില്ല, അട്ടിമറി, ദിസ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. ഇത് നോക്കിയിട്ടാണ് ഇൻ്റലിജൻസും EDയും എല്ലാവരും ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രാത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ കൺട്രി ഈസ് ഇൻ ഡേഞ്ചർ. ഈ ED കേസ് 100 കോടി രൂപ മേടിച്ചു എന്നൊക്കെ ഉള്ളതല്ല. അവരുടെ കൺസേൺ ഈസ് വെദർ അവർ കൺട്രി ഷുഡ് സർവൈവ്, വെദർ ദർ വിൽ ബി എ കൂദിത്ത.
ഓവർനൈറ്റ്. ദിസ് മേ ഹാപ്പൻ ആൻഡ് ദീസ് ഫോഴ്സസ് ആർ കേപ്പബിൾ. അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഞാൻ 198 വായിക്കുന്നില്ല. ഒന്ന്, പബ്ലിക് സ്പീച്ചസ്, ഓബ്വിയസ്ലി അതിൽ പിണറായി വിജയനൊക്കെ പെടും, നമ്മുടെ ഇവരൊക്കെ ഉണ്ടല്ലോ, സുനിൽ പി ഇളയിടം വരെയൊക്കെ അതിൽ പെടും. ഡിക്ലറേഷൻസ് ബൈ ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ 110 ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകമെല്ലാം ഉണ്ട്. അവർ ഡിക്ലെയർ ചെയ്യും. അവരാണ് പോവർട്ടി ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇതൊക്കെ ഇറക്കുന്നത്. ഒരുത്തന്നെ ഓസ്ട്രേലിയ എന്നിറക്കും, മറ്റവൻ ഹംഗറി എന്നിറക്കും. ഇവിടെ നിന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പറയുന്ന സ്വതന്ത്ര പത്രപ്രവർത്തനമായ വിനു വി ജോൺ ഇത് വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങും. ഹാപ്പിനെസ് ഇൻഡെക്സിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലെയാണ്. എന്ത് ഹാപ്പിനെസ് അവിടെ? ഇപ്പം അടുത്ത് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലെ സ്ത്രീകൾക്ക് അമേരിക്കയിലുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യമുണ്ട്. അമേരിക്കയിലുള്ളതിനേക്കാൾ. ആ സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട് പാകിസ്ഥാൻ നമ്മളെ പേടിപ്പിക്കുന്നു. അമേരിക്കയുടെ പ്രത്യേകത, അമേരിക്കയുടെ ഈ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യക്ക് അനുകൂലമാണ്, ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യക്കെതിരാണ്. അതുകൊണ്ട് ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റ് അരുണാചൽ പ്രദേശ് ചൈനയുടെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡിഫൻസ് നമ്മുടെ കൂടെ നിൽക്കും, നമ്മളുമായിട്ട് എക്സർസൈസ് നടക്കും, ഖത്തറിൽ ഇടപെടും, അവിടെ ഇടപെടും, ഇവിടെ ഇടപെടും. ഇതിന് നടുക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്വതന്ത്രമായ ഒരു മനുഷ്യനൊന്നുമല്ല. 136 കമ്മിറ്റികളുടെ അഡ്വൈസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാണ്, നാളെ റഷ്യയ്ക്കൊട്ടൊരു പണി കൊടുക്കാമായിരുന്നു സാർ, പക്ഷേ ജർമ്മനി ഇപ്പുറത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പം നമ്മൾ ജർമ്മനിയെ കൂടെ അടിക്കും. അയ്യോ അത് പ്രശ്നമാണ്. അപ്പം പിന്നെ എല്ലാവരും കൂടെ, ഇറ്റലി, ഫ്രാൻസ് എല്ലാവരും ഇടപെടും. ഇങ്ങനെ ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവസാനം ഇയാൾ പറയും, എന്നാൽ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കമ്മിറ്റിക്കാർ പറയും, വി വിൽ ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. എന്നിട്ട് പെൻറ്റഗൺ അവർക്ക് വേണ്ട ഡിസിഷൻ എടുത്തിട്ട് അത് നടപ്പിലാക്കും. ദാറ്റ് ഈസ് ദ ഡിസിഷൻ ബൈ അമേരിക്കൻ പ്രസിഡന്റ്. നമ്മൾ പറയാം, ഡൊണാൾഡ് ട്രംപ് മിടുക്കനാണ്. ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡന് ഇതിന് കീഴാണ്. ഡൊണാൾഡ് ട്രംപ് ഇവരെ ബുൾഡോസ് ചെയ്യുന്ന ടൈപ്പാണ്. എനിവേ ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ. ദാറ്റ് ഈസ് വൈ ഈ ബ്ലോ ഹോട്ട് ബ്ലോ കോൾഡ് അമേരിക്ക എടുക്കേണ്ടിട്ടില്ല. ചിലപ്പോൾ ഇന്ത്യക്ക് അനുകൂലം, ചിലപ്പോൾ പാകിസ്ഥാൻ അനുകൂലം. അത് ഇതാണ് ഡീസ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക. എവരിവെയർ ഡീസ്റ്റെബിലൈസേഷൻ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ 1,20,000 ടാങ്കുകൾ ഇപ്പോൾ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ എവിടെ നിന്ന് ഇത്രയും വലിയ ടാങ്ക് വന്നത്? ഇത്രയാണ് എന്തിനാണ്? അവിടെ US-ൻ്റെയാണ്, അമേരിക്കയുടെയാണ്. അവരിട്ടിട്ട് പോയിരിക്കുകയാണ്. അമേരിക്കൻ പട്ടാളം അവിടെ നിന്ന് പിൻവലിച്ചല്ലോ. പോകുമ്പോൾ ടാങ്ക് ഇല്ല. 1,20,000 ടാങ്ക്സ് ആർ ഇൻ അഫ്ഗാനിസ്ഥാൻ. അത് പാകിസ്ഥാനെ പേടിപ്പിക്കാൻ വെച്ചിരിക്കുക. ബിക്കോസ് അമേരിക്കയ്ക്ക് അറിയാം പാകിസ്ഥാനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കൻ അഫ്ഗാനിസ്ഥാനാണ്, ഇന്ത്യയല്ല. ഇന്ത്യ അമേരിക്കയുടെ മാനിപ്പുലേഷന് കൂട്ടുനിൽക്കുകയില്ല, പക്ഷേ പാകിസ്ഥാൻ കൂട്ടുനിൽക്കും. പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ്, പട്ടാളം കയറിയിട്ട് പോളിംഗ് ബൂത്തിൽ ഇപ്പം എറണാകുളത്ത് നിന്ന് പറഞ്ഞിട്ട് എല്ലാ വോട്ടും ഒക്കെ ചെയ്തിട്ട് അവരുടേതാക്കി മാറ്റിയ ഇലക്ഷൻ മൈനർ ഇറഗുലാരിറ്റീസ് എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. മൈനർ ഇറഗുലാരിറ്റീസ് ഇൻ ഇലക്ഷൻ. അതേസമയം ഇവിടുത്തെ ഇലക്ട്രൽ ബോണ്ട്, ഇവിടെ ജനാധിപത്യം തകർന്നു, എന്തെല്ലാം ബഹളമാണ് അമേരിക്കയിൽ. ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്ന് നിലവിളിക്കുന്ന കൂട്ടത്തിൽ അമേരിക്കയുമുണ്ട്. ആ നിലവിളിക്കുന്ന കൂട്ടത്തിൽ രാജീവ് സർദേശായുണ്ട്. ആ നിലവിളി നമ്മളുടെ ഷാനി പ്രഭാകർ, സിന്ധു സൂര്യകുമാർ, വിനു, ഇവരെല്ലാം വിളിക്കും. ദേ ഡോണ്ട് നോ ദേ ആർ ബീയിങ് ലെഡ് ബൈ സംബഡി. ഞാനിവരെ കുറ്റം പറയില്ല. ഇവർക്ക് അറിയില്ല ഏത് നരേറ്റീവിൻ്റെ പാർട്ടാണ് ഇവരെന്ന്. ദാറ്റ് ഈസ് വൈ ഞാൻ പറയട്ടെ, ദേശസ്നേഹ പ്രചോദിതമായ ഒരൊറ്റ പരിപാടി ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, കൈരളി, മീഡിയ വൺ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നോ, യു കനോട്ട്, യു ജസ്റ്റ് കനോട്ട്. ഈ ന്യൂസ് ചാനലിൽ എപ്പോഴെങ്കിലും മൊത്തം ദേശത്തെപ്പറ്റി ഒരു കാഴ്ചയും കാഴ്ചപ്പാട് നൽകുന്ന ഒരു പരിപാടി ഹാഫ് ആൻ അവർ വർഷത്തിലൊരിക്കൽ ഇല്ല. നോ. റിപ്പബ്ലിക് ഡേ ഇല്ല, ഓഗസ്റ്റ് 15 ഇല്ല. അതിൻ്റെ ആഘോഷമൊക്കെ കാണിക്കും, ലൈവ് കാണിക്കും. ഹിന്ദു സമാജത്തെ സേവിക്കാനായിട്ട് ശബരിമല മകരവിളക്ക് ലൈവ് കാണിക്കും. പക്ഷേ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർ ഒന്നാകാൻ പോയി കഴിഞ്ഞാൽ പാരയും വയ്ക്കും. അതെ അതെ. ആസ് എ സൊസൈറ്റി നിങ്ങൾ ഗുണം പിടിക്കരുത്. നിങ്ങളുടെ ഭക്തി നടന്നോട്ടെ, ഭക്തി പണ്ട് മുതലുള്ളതല്ലേ, നമ്മുടെ കച്ചവടം കൂടിയാണ്. സോ അവരുടെ 4ാമത്തത് സൈൻഡ് പബ്ലിക് ഡിക്ലറേഷൻസ്, കൂട്ട ഒപ്പിയാൻ കാണാനല്ലേ പത്രത്തിൽ. സുനിൽ പി ഇളയിടം, KG ശങ്കരപിള്ള, മറ്റേയാൾ മറിച്ചയാൾ, അവസാനം ഗുലാബ് ജാം, ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ വരും. ഈ കൂട്ടപരിപാടി ദിസ് വാസ് ഡിസൈൻഡ് ഇൻ 1973 ബൈ ജീൻ ഷാർപ്പ്. ഈ പുസ്തകമുണ്ട് കേട്ടോ,
ഇപ്പോൾ ഈ 198 മെത്തേഡ്സ് എന്ന് പറഞ്ഞ് പുസ്തകം ആമസോണിൽ വിൽക്കാറുണ്ട്. ഞാൻ വലിയ രഹസ്യം കണ്ടുപിടിച്ചൊന്നും അല്ല ഇത്. ഐ ജസ്റ്റ് ആസ്ക്ഡ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈ ഒരു ബേസിക് ക്വസ്റ്റ്യൻ. എൻ്റെ BJP സുഹൃത്തുക്കൾ വല്ലാതെ ഭയന്നിരിക്കുന്നു. കേജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് മോദിക്ക് തിരിച്ചടിയാവും, അങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നു. എനിക്ക് ആ ഭയമില്ല, അവർ ഭയപ്പെടുന്നു. അയാളാണ് എനിക്ക് ഇത് പറഞ്ഞു, മോഹൻദാസ് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൈ ഹി വാസ് അറസ്റ്റഡ് ടുഡേ ഈവനിങ് എന്നുള്ളത് മനസ്സിലാവും. ഞാനെടുത്ത് നോക്കിയപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സൈൻഡ് പബ്ലിക് ഡിക്ലറേഷൻസ്, ഗ്രൂപ്പ് ഓർ മാസ് പെറ്റീഷൻസ്, കൂട്ടപ്പരാതി അയക്കുക, പ്രസിഡൻറ്റിന് 1,00,000 പേരുടെ ഹർജി എന്നൊക്കെ പറഞ്ഞ് അയക്കുക, സ്ലോഗൻസ്, കാരിക്കേച്ചേഴ്സ് ആൻഡ് സിംബൽസ്. ഇതാണ് SFI DYFI ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അങ്ങേരുടെ കാരിക്കേച്ചർ വരയ്ക്കുക, വേണ്ടാത്ത പടങ്ങളൊക്കെ വരച്ചു വയ്ക്കുക, ബാനേഴ്സ്, പോസ്റ്റേഴ്സ് ആൻഡ് ഡിസ്പ്ലേഡ് കമ്മ്യൂണിക്കേഷൻസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ്. മനോരമ, മാതൃഭൂമി, ഇങ്ങനെ ഒരേ ലൈനിൽ അല്ലേ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ സത്യഭാമ എന്തോ വിടുവായത്തെ പറഞ്ഞ് ഉറോന്ന് പറഞ്ഞിട്ട് എല്ലാ ഇതെന്തോ വലിയ സാധനമാണെന്നുള്ള മട്ടിൽ. ആൻഡ് ഈ പാർട്ട് ഇതിനകത്തുകൊണ്ട് റെക്കോർഡ്സ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ. ഇതുവഴിക്കാണ് നമ്മളുടെ ഇയാളുടെ സംഗീത TM കൃഷ്ണ, അതെ, അങ്ങേരുടെ ഇഷ്യൂ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നു. വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ദാറ്റ്? അയാൾ ഒരു ആവറേജ് ഗായകനാണ്, അതിൽ കവിഞ്ഞുള്ള സാധനമൊന്നുമില്ല. അയാൾ സുബ്ബലക്ഷ്മി അവരവരൊക്കെ ചീത്ത പറഞ്ഞു. യു നോ വാട്ട് ഈസ് സെഡ്? സുബ്ബലക്ഷ്മി വാസ് ലൂസ് ആൻഡ് ലൈസൻഷ്യസ് ലൈഫ് നയിച്ച സ്ത്രീയായിരുന്നു. അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് അവർ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വരുത്തി അങ്ങേരെ കല്യാണം കഴിച്ച് അങ്ങനെ അവർ പ്രശസ്ത ഗായികയായിരുന്നു ഈ അധമൻ പറഞ്ഞു. അതേസമയം അവൻ വേറൊരു വീഡിയോയിൽ പറയുന്നു, യു ക്യാൻ ഡിസ്ലൈക്ക് സംബഡി ബട്ട് നെവർ ഡിസ്റെസ്പെക്ട് സംബഡി. അവൻ്റെ ജീവിതത്തിൽ അത് അവൻ പകർത്തുന്നുമില്ല. ഇതാണ് TM കൃഷ്ണ. അവൻ്റെ ടാർഗറ്റ് ബ്രാഹ്മണരാണ്. തമിഴ്നാട്ടിൽ 1% പോലും ഇല്ലാത്ത സാധുക്കൾ. അവരെ നിരന്തരം, ഇവൻ ബ്രാഹ്മണനാണ്, നിരന്തരം അവനെ ആക്രമിക്കുന്നു. അവന് ഭയങ്കര കവറേജ് കിട്ടുന്നു. ഇത്തവണ നമ്മുടെ ഈ DC ബുക്സ് ലിറ്റററി ഫെസ്റ്റിവൽ ഉണ്ടല്ലോ കോഴിക്കോട്, കോഴിക്കോട് അവരുടെ DC ബുക്സിൻ്റെ, അതിൽ ഈ TM കൃഷ്ണനെ വിളിച്ചുകൊണ്ട് വന്നു. വൈ ഈസ് ഗെറ്റിംഗ് കവറേജ്? ആക്ട് ലിറ്ററേച്ചറുമായിട്ട് എന്താ ബന്ധം? സംഗീതക്കാരനല്ലേ. ഇദ്ദേഹത്തെ കൊണ്ട് 90 വയസ്സുള്ള വിക്കു വിനായക് റാം, നമ്മുടെ ഘടം, അദ്ദേഹത്തെയും കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഈ TM കൃഷ്ണ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന മറുപടി തമിഴിൽ, ഇവൻ്റെ സ്വതന്ത്ര തർജ്ജിമ. ഇത് മലയാളിയെ പൊട്ടനാക്കുന്നു. ആദ്യം TM കൃഷ്ണൻ ചോദിക്കുന്നു, തമിഴിൽ സംസാരിച്ചാൽ മതിയോ, നിങ്ങൾക്ക് തമിഴ് മനസ്സിലാവില്ല എന്ന്. മനസ്സിലാവും, എല്ലാ മലയാളിക്കും തമിഴ് മനസ്സിലാവും. കാരണം ഇവർ തമിഴ് സാഹിത്യമൊന്നും അല്ലല്ലോ ചർച്ച ചെയ്യാൻ പോകുന്നത്, വിക്കു വിനായക് റാമിൻ്റെ ജീവിതാനുഭവങ്ങളാണ്. അത് മനസ്സിലാക്കാൻ മലയാളിക്ക് സാധിക്കും. ബട്ട് സർപ്രൈസിംഗ്ലി മലയാളികൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ വേണം എന്ന് പറഞ്ഞു. അതോ പറയിച്ചത്. TM കൃഷ്ണ പറഞ്ഞു, ഹൂ, ഐ എം സർപ്രൈസ്, എനിവേ ഐ വിൽ ഡു ദാറ്റ്. ബട്ട് വിക്കു വിനായക് റാം ദൈവം, ആധ്യാത്മികത, ആത്മീയത, ദൈവീകം, ഇതുപോലത്തേക്ക് വാക്കുകൾ വന്നു കഴിയുമ്പോൾ തർജ്ജമയില്ല. ആ പോർഷൻ തന്നെ അങ്ങ് വിട്ടുകളായി. ഒടുവിൽ രക്ഷയില്ലാതെ വന്നിട്ട് വിക്കു വിനായക് റാം പറഞ്ഞു, കാഞ്ചി പരമാചാര്യൻ ചന്ദ്രശേഖരാനന്ദ സരസ്വതി, അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഘടം വായിച്ചു. അപ്പോൾ വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതിന് വാസി എന്ന് പറയുമല്ലോ തമിഴിൽ. വാസി എന്ന് പറഞ്ഞു, ഞാൻ വീണ്ടും വായിച്ചു. വാസി എന്ന് പറഞ്ഞു, വീണ്ടും വായിച്ചു. കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് ശിവ ശിവ എന്നാണ്. വാശി വാശി എന്ന് വായിച്ചതിന് ശിവ ശിവ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഈ വാശി വാശി എന്ന് പറയുന്നത് എന്താണെന്ന്. മനസ്സിലായല്ലോ, റൈറ്റ്. ഇത് തർജ്ജമ ചെയ്യാതിരിക്കാൻ TM കൃഷ്ണയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ട് കഷ്ടിച്ചയാൾ ഒരു തവണ ശിവ എന്നുള്ള പേര് പറഞ്ഞു, അവൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഈ മനുഷ്യന് പ്രോമിനൻസ് കിട്ടുന്നത് ഈ നരേറ്റീവിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അതർവൈസ് ചുമ്മാ റെഡിക്യൂൾ ചെയ്യുമ്പോൾ പോയി പണി നോക്കാം. എന്തെല്ലാം തിയറി, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. വേറൊന്ന് ഗ്രൂപ്പ് ലോബിയിങ്. കൂട്ടമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഉള്ളപ്പോൾ അവർ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പോകുമായിരുന്നു. പിന്നെ ഒരു 10-12 പേര് നല്ല ആരോഗ്യവും സംഗതിയുള്ളവർ, മീശ പിടിച്ചു, താടിയുണ്ട്, വളരെ സൗമ്യമായ പെരുമാറ്റം, പക്ഷേ ജിംനാസ്റ്റിക് ബോഡിയാണ്. പത്രാധിപരെ വന്ന് കാണും, ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ചെയ്താണ്, ഞങ്ങളെപ്പറ്റിയുള്ള വാർത്ത കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് കുറച്ചിലാണ്, ഞങ്ങളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്കെതിരായ വാർത്ത ഒരു കരടയും ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പത്രം, അത് അവസാനിപ്പിക്കണ്ടേ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗം കൂടെ കൊടുക്കണ്ടേ?
ശരി, അത് പറയാൻ വേണ്ടി വന്നതാണ്. എണീക്കും, 12 പേര് എണീറ്റ് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം കുറച്ച് കനത്ത ശബ്ദത്തിൽ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇറങ്ങിപ്പോകും. ഇതിൽ നടുങ്ങിപ്പോകാത്ത പത്രാധിപന്മാരില്ല കേരളത്തിൽ. ദിസ് ഇസ് ലോബിങ്, ത്രെട്ടനിങ്, ഗ്രൂപ്പ് ലോബിങ്, ഡിസ്പ്ലേ ഓഫ് ഫ്ലാഗ്സ് ആൻഡ് സിംബോളിക് കളേഴ്സ്, കളർ ഫൈറ്റ്. ഇതാണ് സത്യഭാമയുടെ കാര്യത്തിൽ. മനസ്സിലായി, ഞാൻ ആലോചിക്കായിരുന്നത്. ചുമ്മാ നിങ്ങൾ നിറത്തെപ്പറ്റി പറയും ഓ എന്ന് പറഞ്ഞ ബഹളം. നമുക്കിവിടെ എന്താ കാർമുകിൽ വർണ്ണൻ, ഇതാണ് നമ്മുടെ കറുമ്പൻ, കറുപ്പൻ എന്നൊക്കെ പേരൊക്കെയാണ്. കറുപ്പ് വലിയൊരു ഇതൊന്നൊരു ഇഷ്യൂ അല്ല. ഒരാൾ പറയുകയാണ് നീ കറുത്തവനാണ്, പോടാ, ഇത്രയേ ഉള്ളൂ കാര്യം. ബട്ട് അതൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് ഉടനെ DYFI രംഗത്തിറങ്ങി അത് വലിയ പ്രശ്നമാക്കിയേ കണ്ടില്ല. കളർ ഫൈറ്റാണ്, നമുക്കില്ലാത്തതാണ്. പാശ്ചാത്യ രാജ്യത്തുണ്ടാവാം, നിത്യം അനുഭവിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ഡിസൈൻ്റെ ഭാഗമാണെന്നുള്ള ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഈ നരേറ്റീവ് അറിയാവുന്നതുകൊണ്ടാണ് ഐ മെയ്ഡ് എ ഫണി കമൻറ്റ് ഓൺ എംബാപ്പെ. ശുദ്ധ തമാശയ്ക്ക് പറഞ്ഞതാണ്. എംബാപ്പെ എന്നേക്കാൾ കറുത്തിരിക്കുന്നു, എംബാപ്പയെ ഉറക്കാപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഭയന്നു പോകും, പേടിച്ചു പോകും. ഇത് ഞാൻ എഴുതി. കാരണം എംബാപ്പെ ഒരു 7-7.5 അടി പൊക്കമുള്ള കറുത്ത നല്ല ഇടവഴിയിൽ രാത്രി ഒരാളിങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ രാക്ഷസനോ വല്ലതും ആണെന്ന് വിചാരിച്ച് നമ്മളപ്പം തന്നെ പേടിച്ചു പോകുന്നത്. ഇതാണ് ഞാൻ എഴുതിയത്. ബട്ട് ദർ വാസ് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ. പലരും എന്നോട് പറഞ്ഞു ചേട്ടാ അത് പോസ്റ്റ് പിൻവലിക്കണം. ഒന്നാമത് ഈ മലയാളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാളി ട്വിറ്ററിൽ വളരെ കുറവേ ഉള്ളൂ, എക്സിൽ ഒക്കെ ഫേസ്ബുക്കിലാണ്. അപ്പോൾ എക്സിൽ ഞാൻ എഴുതിയതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്നെ തെറിവിളിക്കുകയാണ്. അപ്പോൾ ഒരു 75% തെറിവിളി ഫേസ്ബുക്കിൽ നടക്കുന്നു, ഞാൻ അറിയുന്നു പോലുമില്ല. ബാക്കി 25% ആണ് ട്വിറ്ററിൽ. എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് പറഞ്ഞു സാർ അത് വിഡ്രോ ചെയ്യും. ഞാൻ പറഞ്ഞു വൈ ഷുഡ് ഐ വിഡ്രോ? ജസ്റ്റ് ബിക്കോസ് സംബഡി ഈസ് ഷൗട്ടിങ് ഐ ഷുഡ് നോട്ട് വിഡ്രോ. ബട്ട് എനിക്കറിയാം ദിസ് നരേറ്റീവ് ഈസ് വർക്കിംഗ് ബിക്കോസ് ദ മൊമെൻറ്റ് യു സേ എനിത്തിങ് അബൌട്ട് കളർ യു ക്യാൻ ബി അബ്യൂസ്ഡ്, മാസ് അബ്യൂസ്. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് അബ്യൂസ്. ഫേസ്ബുക്ക് ഇതങ്ങ് ഷെയർ ചെയ്ത് സുനിൽ തന്നെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ മോഹൻദാസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പോസ്റ്റ് വിട്ടു, അടുത്ത പോസ്റ്റ് എല്ലാം അടുപ്പിച്ച് വരും. ഫോൺ എടുത്ത് തന്നെ വിളിക്കുന്നു, സാറേ ഇതെന്താ ഇത്, എത്ര പേരാ സാറിന്? ഇത് ഫേസ്ബുക്കിൻ്റെ അൽഗോരിതമാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ നാട്ടുകാർക്ക് ഭ്രാന്ത് പിടിച്ചതല്ല. ബട്ട് നാട്ടുകാർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് സുനിലിനെ തോന്നിപ്പിക്കും. ദിസ് വാസ് ദ ഗെയിം ആൻഡ് ഐ റിഫ്യൂസ് ടു റിയാക്ട്. നമ്മുടെ ഷാജൻ സ്കറിയ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രതികരണം കൂടെ അറിയണം. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രതികരണം ഇല്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെ എന്തോ വീഡിയോ ഒക്കെ ചെയ്തു. ഐ ഡോണ്ട് കെയർ വാട്ട് ഈസ്. അപ്പോൾ അതായി പ്രെയർ ആൻഡ് വർഷിപ്പ്. ഇതാണ് തെരുവിൽ നടക്കുന്ന നമാസ്. ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറയാം. ഹോണ്ടിങ് ഒഫീഷ്യൽസ്, അധികാരികളെ ഹോണ്ട് ചെയ്യുക, അവരുടെ പിന്നാലെ പോവുക, അവരെ ഉപദ്രവിക്കുക. ഹ്യൂമറസ് സ്കിറ്റ്സ് ആൻഡ് പ്രാങ്ക്സ്, തമാശയ്ക്ക് ഉള്ള, അതാണ് മോദിയെ കളിയാക്കിക്കൊണ്ടുള്ള സംഗതി. പിന്നെ സിംഗിങ്, തെരുവ് പാട്ട്, അതിൻ്റെ ഒരു ഭാഗമാണ് TM കൃഷ്ണൻ. സിംഗിങ്ങിലൂടെ പാരവയ്ക്കുക. മാർച്ചസ്, പരേഡ്സ്, ദിവസവും നമ്മൾ കാണുന്ന ഇത് വേറൊരു സാധനമാണ്. ഇതിനൊക്കെ ഒരു സബ് ഹെഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓണറിങ് ദ ഡെഡ്, അതിലൂടെ എങ്ങനെ അട്ടിമറി സംഘടിപ്പിക്കാം. മോക്ക് ഫ്യൂണറൽ, സുനിലിന് ഓർമ്മയുണ്ടോ? ഏതോ ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിൻ്റെ കുഴിമാട ഒരുക്കിയത്. അതെ, ഒരു പ്രിൻസിപ്പലിൻ്റെ കുഴിമാട ഉറക്കിയത്. ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദിസ് നെറേറ്റീവ് വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1973. അല്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഈ ഐഡിയ പോവില്ല. അവരെത്ര പ്രിൻസിപ്പലുമായിട്ട് യുദ്ധം ചെയ്ത് എന്തുമായിക്കോട്ടെ, കുഴിമാടം ഒരുക്കുക എന്ന ആശയം എവിടെ നിന്ന് വന്നു? ഇറ്റ്സ് ഫ്രം ദിസ് ഡോക്യുമെന്റ്. Now, you see how our country is being bleeded by 1000 cuts. 1000 മുറികൾ ഉണ്ടാക്കി ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത്, യെസ് ഹി വാസ് ടു ബി അറസ്റ്റഡ് ബിക്കോസ് വി ആർ ഗോയിങ് ത്രൂ എ ക്രിട്ടിക്കൽ ടൈം. നാളെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ പല വിദേശ ശക്തികളും ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തന്നെ നടക്കാതിരിക്കുക. കാരണം മോദിയെ 4 വശത്തുനിന്നും ഫാസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഈ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതെയാക്കുക. ലെറ്റ് us see what is happening. അത് ഞാൻ പറയാം. ഇതിപ്പോൾ 44ാമത്തെ ആയിട്ടുള്ളൂ, 198. 140 കിടക്കുന്നതിന് അതിന് ഞാൻ കുറയ്ക്കാം. പ്രൊട്ടസ്റ്റ് എമിഗ്രേഷൻ,
ബ്രാക്കറ്റിൽ ഹിജ്റത്ത്. പഴം ഹിജ്റത്ത് ഹിജാത്ത് അറബിക് വാക്കാണ്, ഖുറാനിലുള്ള വാക്കാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നോൺ വയലൻറ്റ് മെത്തേഡ്സ് ഓഫ് റെജീം ചേഞ്ച്. അവർക്ക് ഖുറാനിലൊരു വാക്ക് ഉപയോഗിക്കേണ്ട കാര്യം എന്താ? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഞാനിത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രയും ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് വരും. അതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ് ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് കാണുന്നവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കണമല്ലോ. അവർ ആ ഡയറക്ടറുടെ പേര് അവർ കണ്ടുപിടിക്കേണ്ടത്. കമൻറ്റിൽ പറയട്ടെ. പ്രൊട്ടസ്റ്റ് എമിഗ്രേഷൻ, ഹിജ്റത്ത്. എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഖുറാൻ 4:97 അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് താമസിക്കാൻ ഉള്ള വലിപ്പം ഞാൻ ഭൂമിക്ക് തന്നിട്ടില്ലേ. അതാണ് മീൻസ് യു ക്യാൻ മൂവ് എവറിവെയർ. ഇമിഗ്രേഷൻ, ഹിജ്റത്ത്. അതിതാണ് പിന്നെ ഹിജ്റ വർഷം, അത് ഇതൊക്കെ ഒരു വാക്കിൽ നിന്ന് ഒരുപാടൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ ഇത് യു ക്യാൻ ഇൻവൈഡ് എനി കൺട്രി വിത്ത് പോപ്പുലേഷൻ, ജസ്റ്റ് മൈഗ്രേറ്റ്. വലിയ ദുരിതമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ മാറിക്കോ, ദാറ്റ് ഈസ് ഓൾസോ പെർമിസിബിൾ. ഹിജ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ ഓൺ വൺ സൈഡ് എന്ന് മാത്രമല്ല, രക്ഷപ്പെടാനായിട്ട് തിരിച്ചും ഉപയോഗിക്കാം. ഈ മുഹമ്മദ് ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഹിജ്റത്ത് എന്നുള്ള വാക്ക് ഉണ്ടാവുന്നതെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഐ എം നോട്ട് എ ഖുറാൻ പണ്ഡിറ്റ്, ബട്ട് ഇറ്റ് ഷോസ് മൈഗ്രേഷൻ, വാർ ബൈ മൈഗ്രേഷൻ, ജസ്റ്റ് ഇൻക്രീസിങ് ദ നമ്പർ, ഫ്ലോഗ് ദ കൺട്രി വിത്ത് നമ്പേഴ്സ്. സോ ദാറ്റ് ഇപ്പോൾ നമുക്കെതിരെ ജർമ്മനി സംസാരിക്കുന്നു. ഹൂ ഈസ് സ്പീക്കിംഗ്? ദിസ് നരേറ്റീവ് ഈസ് സ്പീക്കിംഗ് ബിക്കോസ് ജർമ്മനി വാസ് ഇൻവേഡഡ് ബൈ റെഫ്യൂജീസ്. അഭയാർത്ഥികളെ ചുമ്മാ ജർമ്മനിയും കയറ്റി താമസിപ്പിച്ചു. ഇപ്പം ജർമ്മൻകാർ പോയി. അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒറിജിനൽ വൈറ്റ്സ് ഉണ്ടല്ലോ അമേരിക്കയിൽ, ഒറിജിനൽ അമേരിക്കക്കാർ, അവരുടെ ജനസംഖ്യ 50% താഴെ പോയിരിക്കുന്നു. ദേ ആർ ഷോക്ക്ഡ്. 50% ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ജനസംഖ്യ 50-ൽ താഴെ പോകുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നട്ടലിലൂടെ ഒരു വിറവൽ പോകുന്നില്ലേ? ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അമേരിക്ക ബിക്കോസ് ഓഫ് ദിസ് നരേറ്റീവ്. ബട്ട് സ്റ്റിൽ അമേരിക്ക, ഇവർ ഈ ജോർജ് സോറോസ്, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, ക്ലിൻറ്റൺ ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ, ഇവരൊക്കെ പണം മുടക്കിയിട്ട് അമേരിക്കയുടെ നരേറ്റീവ് നമുക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ സ്വന്തമായിട്ട്, ഞാനൊരു തവണ സുനിലിനോട് പറഞ്ഞില്ലേ, സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് സഹകരിക്കും. യെസ്, ഞങ്ങൾ ചെയ്യാം. ഇൻഫോസിസ്, ഇവരൊക്കെ അവരെന്താ ചെയ്യാൻ പോകുന്നത്? എഗെയിൻ ദേ ആർ ഗോയിങ് ടു ഡിപ്പെൻഡ് ഓൺ യൂറോപ്പ്. ഞങ്ങൾക്ക് ഓൾറെഡി ഒറാക്കിളുമായിട്ട് ടൈപ്പ് ഉണ്ട്, അമേനുമായിട്ട് ടൈപ്പ് ഉണ്ട്, ഹ്യൂലെറ്റ് പക്കാർഡ് ഞങ്ങളുടെ പോക്കറ്റിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചാടി വീഴും. അപ്പം നമ്മൾ നിസ്സഹായരാണ്, യൂറോപ്പിൻ്റെ പിടിയിൽ നിന്നും മാറാൻ പറ്റുന്നില്ല. ബിക്കോസ് വി ആർ അണ്ടർ ഡെവലപ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി. ഇതിൽ നമ്മൾ അണ്ടർ ഡെവലപ്ഡ് ആണ്. വെരി ഡേഞ്ചറസ് തിങ്. അപ്പോൾ പ്രൊട്ടസ്റ്റ് ഇമിഗ്രേഷൻ, ഹിജ്റത്ത്, ഇത് കഴിഞ്ഞു. ഈ സമാധാനപരമായ സമരം സംഗതി, അതിൻ്റെ 99ാമത്തെ പോയിൻ്റ് പ്രൊട്ടസ്റ്റ് സ്ട്രൈക്കാണ്. 98 ക്വിക്കി വാക്കൗട്ട്, ഇറങ്ങിപ്പോകലാണ്. 99 പെസൻറ്റ് സ്ട്രൈക്കാണ്, കർഷക സമരം. കർഷക സമരം. 100ാമത്തത് ഫാം വർക്കേഴ്സ് സ്ട്രൈക്ക്. ഇപ്പോൾ കർഷകരാണല്ലോ, അടുത്തത് കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞിറങ്ങി. ഈ കർഷക സമരം കഴിഞ്ഞ തവണ നടന്നപ്പോൾ 13 മാസം ഡൽഹിയെ ഇവർ ബ്ലോക്ക് ചെയ്തു. 13 മാസം. ആരാണ് ഇവർക്ക് തീറ്റയും സംഗതിയൊക്കെ കൊടുത്തത്? കേജ്രിവാൾ. ഹി ഡിഡ് ഇറ്റ് സിറ്റിംഗ് ഇൻ ഡൽഹി. അന്ന് കേജ്രിവാൾ ഇവരുടെ കൂടെയല്ലായിരുന്നു? ആയിരുന്നു. ചെങ്കോട്ട കയ്യേറുമ്പോൾ കേജ്രിവാൾ ഇവരുടെ കൂടെയായിരുന്നു. ഇവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. അത് നോൺ വയലൻ്റ് ആണ്. അവരുടെ കയ്യിൽ ആയുധം ട്രാക്ടർ മാത്രമേ ഉള്ളൂ. ട്രാക്ടർ കയറ്റിയ ആളെ കൊന്നു എന്നുള്ളത് വേറെ കാര്യം. കേജ്രിവാൾ വാസ് സപ്പോർട്ടിങ് ദം. എന്തുകൊണ്ടാണ് ആപ്പ് ഇമ്മീഡിയറ്റ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആപ്പ് തൂത്തുവാരി ജയിച്ചത്? പഞ്ചാബിന് എന്താ ഇത്ര വലിയ ഇമ്പോർട്ടൻസ്? ബിക്കോസ് ദേ നീഡ് മറ്റേ പത്വന്ത് സിംഗ് പന്നു, അതിൻ്റെയൊക്കെ കണക്ഷൻ, ഈ ഖാലിസ്ഥാൻ കണക്ഷൻ, അത് ഈ നരേറ്റീവിൻ്റെ ഒരു പാർട്ടാണ്. അതിന് പറ്റിയ ഒരു അന്തരീക്ഷം പഞ്ചാബിൽ വേണം. സോ അറ്റ് എനി കോസ്റ്റ് ദേ വാണ്ടഡ് ടു വിൻ പഞ്ചാബ് ആൻഡ് ദേ വൺ പഞ്ചാബ്. എന്നിട്ട് ഈ മാനിനെ അവിടെ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നു, മുഖ്യമന്ത്രി.
ഇപ്പോൾ അവിടെ കർഷക സമരം ഉണ്ടായപ്പോൾ സംഭവിച്ചത് എന്താ? മാൻ വാസ് സപ്പോർട്ടിങ് ദ ഫാർമേഴ്സ്. ഇത്തവണ മോദി എന്ത് ചെയ്തു? കഴിഞ്ഞ തവണ പറ്റി ഇത്തവണ ഇവരെ പഞ്ചാബ് ഹരിയാന ബോർഡറിൽ ഇട്ടങ്ങ് തടഞ്ഞു. കോൺക്രീറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് വലിയ ആണി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ആണിയുടെ മാധ്യമങ്ങൾ കരയുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമോ. വിനു ജോൺ കരയുന്ന ഞാൻ കണ്ടു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ്. അതേ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയേക്കാൾ കഷ്ടമാണ് ഇന്ത്യ കാനഡ അതിർത്തിയായിരുന്നു അത്. ഇന്ത്യ കാനഡ അതിർത്തി. ഐ ആം ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ടു മലയാളം മീഡിയ. ഇപ്പം എവിടെയാണ് കർഷക സമരം? ഇപ്പം എവിടെ നിൽക്കുന്നു? എന്തുകൊണ്ടത് പിൻവലിച്ചു? എവിടെ പോയി? അവർ പിൻവലിച്ചിട്ടൊന്നുമില്ല. പാസ്പോർട്ടും OCAയും ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കർഷകന് എന്താ ഫോറിന് പോകാനുണ്ടോ? ഉണ്ട്. കാരണം ഇവർ കാനഡയിലാണ്, ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാനഡയിലാണ്. അതുകൊണ്ടാണ് പഞ്ചാബ് പിടിച്ചിട്ട് ഇവരെ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓവർസീസ് എന്താ OCI എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, OCI, അത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. സമരം അങ്ങനെ ഒരു അടി അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് മോദി ഹരിയാന പഞ്ചാബ് ബോർഡറിൽ അവരെ എന്ത് വിലയും കൊടുത്തിട്ട് ബ്ലോക്ക് ദം ദെയർ. ആൻഡ് ഡോവൽ വാസ് ഓർഗനൈസിങ് എവറിത്തിങ്. അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യലായിരുന്നു. അപ്പോൾ ചേട്ടാ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാമോ? ഞാൻ അതിന് മാത്രമേ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ബാല് മുടക്കി. അല്ല, നമ്മുടെ ചാനലിലെ റിപ്പോർട്ടർമാർക്ക് അറിഞ്ഞു ഒരു സമരം ചെയ്ത പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാമോ? അതെ, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യും. ബിക്കോസ് ദ നരേറ്റീവ് ഈസ് ബീങ് റൺ. ഇത് ഇന്ത്യൻ ഭരണകൂടത്തിനറിയാം പൊട്ടന്മാരല്ല. ഫാർമേഴ്സ് സ്ട്രൈക്ക് അത് കഴിഞ്ഞു. ബോയ്ക്കോട്ട് ഓഫ് ലെജിസ്ലേറ്റീവ് ബോഡീസ്. ഇതാണ് പാർലമെൻറ്റിൽ കടന്ന് ഒരു സീരിയസ് ആയിട്ടൊരു ബില്ലും ചർച്ച ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. എന്നിട്ട് ബില്ല് ചർച്ചയില്ലാതെ പാസ്സാക്കി എന്ന് പറയും. രാവിലെ വന്നു കഴിഞ്ഞാൽ ബഹളം വയ്ക്കുമ്പോൾ സ്പീക്കർ ഇവരെ പുറത്താക്കുമല്ലോ, അല്ലെങ്കിൽ ഇവർ ബോയ്ക്കോട്ട് ചെയ്യും, വാക്കൗട്ട് ചെയ്യും. അതാണ് ബോയ്ക്കോട്ട് ഓഫ് ലെജിസ്ലേറ്റീവ് ബോഡീസ്. ഇത് കഴിഞ്ഞ് മോസ്റ്റ് ഡേഞ്ചറസ് ജുഡീഷ്യൽ നോൺ കോപ്പറേഷൻ. ഐ വിൽ നോട്ട് കമൻറ്റ് ഓൺ ദാറ്റ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്വാസി ലീഗൽ ഇവേഷൻസ് ആൻഡ് ഡിലേസ്. എത്ര സമൻസ് അയച്ചു? ക്വാസി ലീഗൽ ഇവേഷൻസ് ആൻഡ് ഡിലേസ് 149, 150. നോൺ കോപ്പറേഷൻ ബൈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഗവൺമെൻറ്റൽ യൂണിറ്റ്സ്. കേരളം കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കുക, തട്ടിക്കളയെന്ന് പറയുക, സുപ്രീം കോടതിയിൽ കിടന്ന് ബഹളം വയ്ക്കുക. അതിൻ്റെ അവസാനമായിട്ട് എസ്റ്റാബ്ലിഷിംഗ് ന്യൂ സോഷ്യൽ പാറ്റേൺസ്. നമ്മളുടെ ഈ LGBTQ നമ്മുടെ കുടുംബങ്ങളങ്ങ് ശിഥിലമാക്കുക. ഫൈനലി ഡ്യുവൽ സോവറിനിറ്റി ആൻഡ് പാരലൽ ഗവൺമെൻറ്. അതാണ് കട്ടിംഗ് സൗത്ത്. പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതാണ് കേരളം ഒരു പ്രത്യേക രാജ്യമായിട്ട് കിട്ടണം. കേരളത്തിനൊരു പ്രത്യേക സംസ്കാരമുണ്ട്, കേരളത്തിന് പ്രത്യേക ചരിത്രമുണ്ട്. അതിന് ഭാരതവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭാരതം ഒരു അയൽ രാജ്യം മാത്രമാണ്. അതിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് കട്ടിംഗ് സൗത്ത്, ദെൻ കട്ടിംഗ് കേരള. ദിസ് നരേറ്റീവ് ഈസ് റണ്ണിങ് ഫ്രം 1973. ഈ നരേറ്റീവിൻ്റെ ഇപ്പോഴത്തെ നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. ഇഫ് അരവിന്ദ് കെജ്രിവാൾ വാസ് നോട്ട് അറസ്റ്റഡ്, നമ്മുടെ നെക്സ്റ്റ് ഇലക്ഷൻ ഇനിയിപ്പോൾ ഇതുകൊണ്ട് തീർന്നില്ല, ഇതിലും ഭീകരമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കും. കാരണം നമ്മൾ ഈ 2024 തെരഞ്ഞെടുപ്പ് നടത്തുകയില്ല എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. മോദിയെ ആ അറ്റം വരെ കൊണ്ടുപോയിട്ട് മോദിയെ കൊണ്ടൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇലക്ഷൻ ക്യാൻസൽ ചെയ്യിക്കുക. അതാണ് അവരുടെ ആവശ്യം. സോ ദാറ്റ് മോദി ബിക്കംസ് ദ ബിഗ്ഗസ്റ്റ് ഓട്ടോക്രാറ്റ് ഇൻ ദ വേൾഡ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് റിവോൾട്ട് ചെയ്യും. പിന്നെ ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് റിവോൾട്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ റെജീം ചേഞ്ച് വരുത്തുക. ദിസ് ഈസ് ദെയർ ഗെയിം. ആ ഗെയിമാണ് ഇൻ്റർമീഡിയറ്റ് ഒരു പോയിന്റിൽ വെച്ചിട്ട് മോദി തകർത്തിരിക്കുന്നത്. ബട്ട് മോദിക്ക് വിശ്രമിക്കാൻ നേരമായിട്ടില്ല. അമിത്ഷായ്ക്ക് വിശ്രമം ഇല്ല. അജിത് ഡോവലിന് ഉറങ്ങാൻ പറ്റില്ല. എനിക്കും സുനിലിനും ഒക്കെ ഉറങ്ങാം. കാരണം നമ്മളിത് മനസ്സിലാക്കി, പക്ഷേ നമുക്കൊന്നും വല്ലാതെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വല്ലാതെ ഭയപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞാൻ BJPക്കാരോട് പറയുന്നത്, ഇറ്റ്സ് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. എത്രയോ പേരെ അറസ്റ്റ് ചെയ്തു. കനിമൊഴി, രാജ, ഇവരൊക്കെ അന്ന് മന്ത്രിമാരായിരുന്നു. എന്താ അമേരിക്കയും ജർമ്മനിയും ഒന്നും കുലുങ്ങാതിരുന്നത്? എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജർമ്മനി എക്സ്പ്ലോഡഡ്, അമേരിക്ക എക്സ്പ്ലോഡഡ്, നൗ സെവറൽ കൺട്രീസ് ആർ ഗോയിങ് ടു എക്സ്പ്ലോഡ്? വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് അരവിന്ദ് കേജ്രിവാൾ? ആരാണ് ഇയാൾ? ഇയാൾ ഈ നരേറ്റീവിൻ്റെ കിങ് പിന്നാണ് ഭാരതത്തിൽ. ഭാരതം നശിപ്പിക്കാൻ
അത് കിങ് പിൻ എന്ന് പറഞ്ഞാൽ അത് അഴിമതിയുടെ കാര്യത്തിലാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല കോടതിയിലെ ചർച്ച. ഞാനത് വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഭാരതത്തെ അട്ടിമറിക്കാൻ, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ കിങ് പിന്നാണ് അരവിന്ദ് കെജ്രിവാൾ. ഹീ കനോട്ട് ബി ഗോയിങ് അറൗണ്ട് ദ കൺട്രി. പക്ഷേ അയാൾ 7 ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങില്ലേ? 7 ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങുമോ നമുക്ക് നോക്കാം. നോക്ക്. വി വിൽ ഓൾസോ ഫൈറ്റ്. ഈ ജുഡീഷ്യൽ നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ഇവേഷൻ ഒക്കെ ഈ നരേറ്റീവ് ഒക്കെ അറിയാം. ഈ സാധനം എന്നെക്കാൾ എത്രയോ മുമ്പ് ഇത് ബൈഹാർട്ടാക്കിയ മനുഷ്യനാണ് അജിത് ഡോവൽ. ഇത് 1973 ഇറങ്ങിയ പുതിയ സാധനമൊന്നും അല്ലാന്നിത്. ഞാൻ പറഞ്ഞത് ഇത് വെച്ചിട്ട് പല രാജ്യങ്ങളെ ഇവരെ അട്ടിമറിച്ചു. ഈജിപ്തിലെ മുല്ലപ്പൂ വിപ്ലവം, ഇറ്റ് വാസ് ഇൻ 2011 or so. മുല്ലപ്പൂ വിപ്ലവം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ 2012 അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡ്രാമ തുടങ്ങുന്നത്. ദി സെയിം നരേറ്റീവ് ദേ ട്രൈഡ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻ വാസ്, അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ദിവസം സുനിൽ പറഞ്ഞ പോലെ ഈ ആൻറ്റി കറപ്ഷൻ വേവിൻ്റെ ഗുണം BJPക്ക് പോയി, അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയില്ല. ഹി വാസ് റെഡ്യൂസ് ടു ഡൽഹി. ഡൽഹിയിൽ ചുരുങ്ങിപ്പോയി അരവിന്ദ് കെജ്രിവാൾ. ആൻഡ് ദ സോ കോൾഡ് ഹിന്ദുത്വ മോൺസ്റ്റർ എമർജ് മോദി. ഈ ദുർഭൂതം അങ്ങ് എണീറ്റ് ഇത്ര പവർഫുൾ ആകുമെന്ന് അവർ വിചാരിച്ചില്ല. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ഡിമോളിഷിങ് എവറിത്തിങ്. ഇപ്പോൾ പറയുന്നില്ല മറ്റേ ആളിനെ അറസ്റ്റ് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നു. മോദിയുടെ സ്ട്രാറ്റജി തുടക്കം മുതൽ നിങ്ങൾ നോക്കി, ഒരു കമ്പി ഉണ്ടല്ലോ, നമ്മൾ വലിച്ചു കഴിയുമ്പോൾ അല്പം എഞ്ചിനീയറിംഗ് പ്രായോഗിക ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഒരു കമ്പി കുറേ വലിച്ചു കഴിയുമ്പോൾ പൊട്ടും. ഇരുമ്പ് കമ്പിയാണെങ്കിൽ പോലും നമ്മളിങ്ങനെ വലിച്ചു കഴിയും. ഇത് പൊട്ടുന്ന ആ പോയിന്റിനാണ് ഈൽഡിങ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ പൊട്ടിക്കഴിയുമ്പോൾ ഇതിൽ വീക്കായിട്ടുള്ള പോർഷൻ ഇതങ്ങ് വണ്ണം കുറയാൻ തുടങ്ങും. ആദ്യം നമ്മൾ പിന്നെയും വലിക്കുന്നു. ഈ വണ്ണം കുറഞ്ഞ പോർഷൻ നേർത്ത് പാട പോലെയാവും, ഇതങ്ങ് പൊട്ടും. ഇങ്ങനെയാണ് കമ്പികൾ വലിക്കുമ്പോൾ പൊട്ടുന്നത്. ഇതുപോലെ ഈ കേസിലൊക്കെ പെട്ടവരെ നരേന്ദ്രമോദി അഥവാ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വല്ലാതെ വലിക്കുന്നു. പൊട്ടുന്നവൻ മാപ്പ് സാക്ഷിയാകും. ഇതാണ് സംഭവിക്കുന്നത്. നൗ യു ഡ്രാഗ് ദ കേസ്. അവസാനം ഇവന് ഒന്നുകിൽ എന്നെ വാദിയോ പ്രതിയോ സാക്ഷി എന്തെങ്കിലും ആക്കി പണ്ടവരടക്കം എന്നെ എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല മോദി. അപ്പം എന്നാൽ പിന്നെ ഞാൻ തന്നെ തേങ്ങ ഉടച്ചേക്കാം. ആ തേങ്ങ കെജ്രിവാളിനും ഇന്നലെ BP കൂടി ചെയ്യും അത്. സോ മൈ BJP ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് മീ, ഞാൻ പലപ്പോഴും ഇംപേഷ്യൻ്റായിട്ട് മോദിയോട് പറയും, മോദി എന്ത് നോക്കിയിരിക്കുകയാണെന്നൊക്കെ ചോദിക്കും. ബട്ട് ദാറ്റ് അപ്പാർട്ട്, they have to take care of the complete country. മോദി നോട്ട് ആൻ ഇൻഡിവിജ്വൽ. അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ്, ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ബിഗ് ടീം വർക്കിംഗ് റൗണ്ട് ദ ക്ലോക്ക്. ആൻഡ് ദേ ഹാവ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കാവുന്ന ഒരു കാര്യമാണ്. അത് കർഷകനായാലും ശരി, കേജ്രിവാളായാലും ശരി, മല്ലികാർജുൻ ഖാർഗെ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കർഷകർ സമരം തുടങ്ങിയതിൻ്റെ രഹസ്യം മനസ്സിലായത്. ഇറ്റ്സ് ഓൾ എ ബിൽഡപ്പ്. ഞാൻ പറഞ്ഞാൽ ഈ 198ൻ്റെ ഓർഡറിൽ തന്നെ ബിൽഡപ്പ് ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് അവരിത് ഡ്യുവൽ സോവറിനിറ്റി ആൻഡ് പാരലൽ ഗവൺമെൻറ് സ്ഥാപിക്കുക. ദിസ് ക്യാൻ ബി ഡൺ ത്രൂ ഗാന്ധിയൻ മെത്തേഡ്. ഗാന്ധി എ പ്രൊലിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പുസ്തകമുണ്ട്. ശരി. അത് ആമസോണിൽ 123ാമത്തെ. ഇവർ മനഃപൂർവ്വം ഒളിച്ചു വെച്ചിരിക്കുക, പെട്ടെന്നൊന്നും ആരുടെയും കണ്ണിൽ പെടരുത്. ദേ ആർ യൂസിങ് ഗാന്ധി ടു സബ്വേർട്ട് ഇന്ത്യ. ഇന്ത്യയെ നശിപ്പിക്കാൻ ഗാന്ധിയെ ഉപയോഗിക്കാം. ഇതൊക്കെ ഗാന്ധി പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത്. ഇതൊക്കെ അഹിംസ എന്ന് പേരിട്ടിരിക്കുന്നത്. ഭാവിയിൽ ഇതിന് ദോഷം ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് മലയാളിയായിട്ട് AICC പ്രസിഡൻ്റായ ഏക മലയാളി സർ C ശങ്കരൻ നായർ. അദ്ദേഹം ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി. ഈ അരാജകത്വം ദോഷം ചെയ്യും, നിങ്ങളുടെ സമരമാർഗങ്ങളിലെ അരാജകത്വം ഉണ്ടല്ല, ദിസ് വിൽ റൂയിൻ അവർ കൺട്രി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അങ്ങനെ ദേശത്തെ നശിപ്പിക്കാനായിട്ട് ഏത് ഗാന്ധിയാണോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ആ ഗാന്ധിയെ ഉപയോഗിച്ച് ദേശത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം. അതേസമയം അത്യാവശ്യം വയലൻസും ആകാം. കാരണം ആറ്റം ബോംബിൻ്റെ ഉപജ്ഞാതാവ് മെയിൻ ഫോർമുല ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയാണ്. സോ ആൽബർട്ട് ഐൻസ്റ്റൈനെയും ഗാന്ധിയെയും യോജിപ്പിക്കുന്നതിലൂടെ നോൺ വയലൻസ് ആൻഡ് വയലൻസ്, അൾട്ടിമേറ്റ് വയലൻസ് ആൻഡ് അൾട്ടിമേറ്റ് നോൺ വയലൻസ്, ഈ രണ്ട് രീതിയിലും ഭാരതത്തെ മാത്രമല്ല, ഭാരതം ഈസ് എ സ്മോൾ പ്ലേ ഫോർ ദം കേട്ടോ. ദേ പ്ലേ ഇറ്റ് വിത്ത് റഷ്യ. ഇന്നലെയാണ് റഷ്യയിൽ IS കയറിയിട്ട് അടിച്ച് എത്രയോ പേര് കൊന്നിട്ടൊക്കെ പോകുന്നത്.
യു ഇമാജിൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിറിയ ആൻഡ് റഷ്യ. എത്ര രാജ്യങ്ങൾ കടന്നു വേണം അവിടെ വരാൻ? ഹൗ ഡിഡ് ദേ കം? ആരുടെ ഹെൽപ്പിൽ വന്നു? ദ പ്ലേ വിച്ച് ഈസ് ഗോയിങ് അറൗണ്ട് അസ്, വി ആർ ബ്ലിസ്ഫുള്ളി അൺഅവെയർ ഓഫ് ദാറ്റ്. നമ്മൾ ഒന്നും അറിയാൻ മേലാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരത്തെ ടി വി ചർച്ചയിൽ ഗീർവാണം മുഴക്കുന്നു. കേന്ദ്ര സർക്കാരിന് തിരിച്ചടി, കേജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കും. ജയിലിലിരുന്ന് ഭരിക്കുക എന്തും ആയിക്കോട്ടെ, പുറത്തിറങ്ങാതിരിക്കണം. നിൻ്റെ ഈ നരേറ്റീവ് ഇപ്പോൾ ഓടിക്കാൻ പറ്റില്ല. ബിക്കോസ് ദ ഇലക്ഷൻസ് ആർ ഇൻ ഡേഞ്ചർ, ബിക്കോസ് ഓഫ് ദിസ് നരേറ്റീവ് ആൻഡ് ദ പീപ്പിൾ ഹു ആർ ഇൻവോൾവ്. അവരും താമസിയാതെ അറസ്റ്റിലാവും. കരഞ്ഞിട്ട് കാര്യമില്ല. മലയാള മാധ്യമങ്ങൾക്ക് ഈ നരേറ്റീവ് അറിഞ്ഞു ഒന്നും അറിഞ്ഞുകൂടാത്ത പൊട്ടന്മാരാണ്. ദേ ഫീൽ ദേ ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ഡെമോക്രസി. ചുമ്മാ പിരിച്ചുവിടുകയും തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരൻ അവൻ ഡെമോക്രസിയെ പറ്റി വർത്തമാനം പറയുമ്പോൾ ചിരിക്കുകയില്ല, എന്ത് ചെയ്യും? ഏതായാലും ചിരിക്കാനല്ല, വല്ലാതെ കേജ്രിവാളിൻ്റെ അറസ്റ്റിന് നമ്മൾ വിചാരിക്കാത്ത മാനദണ്ഡം. ഏതായാലും വല്ലാതെ ഞെട്ടിക്കുന്ന വിവരമാണ് ടി ജി പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. 1973 മുതൽ പബ്ലിക് ഡൊമൈനിലുള്ള എനിക്കിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? ഈ രാജ്യത്തെ മോദി രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.